മതിലകം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 61-ാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്തിന്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ക്ലാസ് മുറി, വരാന്ത, അടുക്കള, ടോയ്ലറ്റ്, ചുറ്റുമതിൽ, മുറ്റം, ടൈൽ വിരിക്കൽ എന്നീ പണികൾ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടൈൽ പാകിയ റോഡിന്റെയും അംഗനവാടി കെട്ടിടത്തിൽ സ്ഥാപിച്ച സോളാർ പ്ലാന്റിന്റെയും ഉദ്ഘാടനവും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനവും നടത്തി. രാവിലെ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായി 30 ലക്ഷം രൂപ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച് ഇവിടെ നിർമ്മിച്ച വാർഡ് നമ്പർ 16-ൽ നിർമ്മിച്ച 61-ാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി ഞാൻ ആദ്യമേ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മോഡേൺ അംഗനവാടിയാണ് നമ്മുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയെ കൊണ്ട് അതിന് പറ്റുന്ന ഒരു റോഡും പഞ്ചായത്ത് പണി കഴിപ്പിച്ചു. ഇവിടെയാണ് ഒരു ജനകീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ ഈ അംഗനവാടിക്ക് സ്ഥലം ലഭ്യമായത് നേരത്തെ സ്വാഗതാധ്യക്ഷ പ്രാസംഗികന്മാർ പറഞ്ഞതുപോലെ നേരിട്ടൊരു അംഗനവാടിക്ക് പണം മേടിക്കാൻ ഇപ്പോൾ എവിടെ നിന്നും ഫണ്ട് മാറ്റിവെക്കാൻ സാധ്യമാകില്ല. ആ ഘട്ടത്തിലാണ് നാടിൻ്റെ വികസനത്തിന് നാട്ടിലെ ജനങ്ങൾ മുൻകൈ എടുക്കുക എന്ന വലിയ ഒരു ജനകീയമായ ഇടപെടലിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകൾ, സെന്നിച്ചേട്ടൻ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ വ്യക്തതയോട് കൂടിയിട്ടുള്ള മുൻകൈ എടുത്ത് അവിടെ അങ്ങനെ ഒരു ഭൂമി ഉണ്ടാകണം എന്ന് നിശ്ചയിക്കുകയും പ്ലാൻ ഫണ്ടിൽ നിന്ന് MLA-മാർക്ക് കിട്ടുന്നത് പോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന പണം ഇവിടെ തന്നെ നിർവഹിക്കണം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി തൊഴിലുറപ്പുകാരെ കൊണ്ട് ഒരു റോഡ് നിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് തീരുമാനിക്കുകയും ഒക്കെ കൂടി ചെയ്തതോടെ അധികാര കേന്ദ്രങ്ങളെ പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മനോഹരമായ ഒരു അംഗനവാടി ഉണ്ടാക്കാം എന്ന് തെളിയിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട ടൈസൺ മാഷ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട പലപ്പോഴും വിദ്യാഭ്യാസമായിരുന്നു. നമ്മുടെ സ്കൂളുകളുമായി പദ്ധതി, സ്കൂൾ മുതൽ IAS വരെ, IPS വരെ, സിവിൽ സർവീസ് വരെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ദിശാസൂചകങ്ങളായിട്ടുള്ള നടപടികൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞങ്ങളെല്ലാവരും കാണുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെ എടുത്ത് മനുഷ്യജീവിതത്തിൻ്റെ വിദ്യാഭ്യാസ ഘട്ടങ്ങളെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ശ്രമകരമായ പരിശ്രമം എഞ്ചിനീയറാകലോ, ഡോക്ടറാകലോ, അഭിഭാഷകനാകലോ, പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടലോ, PhD പ്രകാരം ഡോക്ടറേറ്റ് എടുക്കലോ, അതിനാവശ്യമായ അധ്യാപകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടോ അല്ല. യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വിദ്യാഭ്യാസം ആരംഭിക്കുന്ന അംഗനവാടികൾ തന്നെയാണ്. ET ടൈസൺ MLA അധ്യക്ഷനായി. അംഗൻവാടിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം വിട്ടു തന്നവരുണ്ട്, അതിനാവശ്യം വഴിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം പ്രത്യേകമായിട്ട് ചെയ്തു തന്നവരുണ്ട്. ക്ഷേത്രം ഭാരവാഹികൾ നന്നായി സഹായിച്ചിട്ടുണ്ട്. മിക്കവാറും ആളുകളൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ഇതിനെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആഗ്രഹിക്കുന്നത്. സാധാരണ ഏതെങ്കിലും ഒരു ഫണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയിലൊക്കെ നൽകുക എന്നതിലപ്പുറത്തേക്ക് നമ്മുടെ എല്ലാം കോൺട്രിബ്യൂഷൻ അതിലുണ്ടാകണം. ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ ഒരു സഹായം, ചിലപ്പോൾ ഒരു തടികൊണ്ട് എന്ന് പറയില്ല, നമ്മൾ പണം കൊണ്ട് അല്ലെങ്കിൽ തടികൊണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഒരു സന്നദ്ധ പ്രവർത്തനമെങ്കിലും അതിലുണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ടൈൽ പാകി നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനവും മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ സോളാർ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ KK വിദ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വാർഡ് മെമ്പർ EK ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹഫ്സ ഓഫൂർ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, മതിലകം DDPO KK ലതിക, മണ്ടത്ര ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി MR സന്തോഷ്, ICDS സൂപ്പർവൈസർ രാധിക, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷവേളകളിൽ സ്വർണ്ണത്തിളക്കത്തിന്റെ സ്പർശമായി
മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 റോഡ്, തൃപ്രയാർ. You're watching True Line News.